ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. വിശുദ്ധ കുർബാനയുടെ പരമ്പരയിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള സാധാരണമായ സംഭാഷണങ്ങൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ കുർബാന ഒരു ആവർത്തന പരിസ്ഥിതി അനുഭവപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, എന്നേക്കുമായൊരു ബലി അർപ്പിക്കപ്പെട്ടതിന് ശേഷവും ഇപ്രകാരമുള്ള ആവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ കാപഢ്യമാണ് എന്ന നിലയ്ക്കുള്ള പ്രചാരവേലയാണ്. പരിശുദ്ധ കുർബാന അനുഭവമാകാൻ നാം എന്തു ചെയ്യണം എന്നതാണ് കൂദാശയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കുന്നത്. കഴിഞ്ഞ തവണ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴുണ്ടാകേണ്ട മനോഭാവത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി കുർബാന നമുക്ക് വ്യക്തിപരമായൊരു അനുഭവമായിട്ട് മാറാൻ, കേവല ഭക്തിയുടെയും വൈകാരിക തലങ്ങളുടെയും അകമ്പടിയില്ലാതെ യഥാർത്ഥ അനുഭവമായി കുർബാന ജീവിതത്തിൽ മാറാൻ നാം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മനസ്സൊരുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് ആലോചിക്കുന്നത്. പരിശുദ്ധ കുർബാന ഒരു വൈകാരിക അനുഭവമല്ല. ഇപ്പോൾ പാട്ടുകൾ ഉണ്ടാകുന്നു, ഈണത്തിൽ അവയൊക്കെ പാടുന്നു, അവരോട് ചേർന്ന് നമ്മൾ പാടുന്നു, പ്രാർത്ഥനയിലൊക്കെ വൈകാരിക തലങ്ങൾ അന്വേഷിക്കുന്നു. അങ്ങനെ വൈകാരികമായ ഒരു തലത്തിന്റെ ഉയർച്ച പലപ്പോഴും കുർബാനയുടെ അനുഭവത്തിൽ ഒരു സാധാരണത്വമായി നമ്മൾ കണ്ടുപോരുന്നതാണ്. അതുകൊണ്ട് ഒരിടത്ത് നിരന്തരമായി കുർബാന അർപ്പിക്കുന്ന ഒരാൾക്ക് മാറി ഒരിടത്ത് കുർബാന അർപ്പിക്കുമ്പോൾ ഒരു വൈകാരിക തല ഉയർച്ചയോ വ്യത്യസ്തതയോ ഒക്കെ അനുഭവപ്പെടാം. പ്രത്യേകിച്ചും കരസ്മാറ്റിക് ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന നേരത്ത് കുർബാനയെ കുറെ കൂടി എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറെ വിശദീകരണങ്ങളും പ്രാർത്ഥനയുടെ അകമ്പടികളും ഒക്കെ ചേർത്ത് ചെയ്യുമ്പോൾ അത് പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് തോന്നിയേക്കാം. വാസ്തവത്തിൽ കുർബാന ഒരു വൈകാരിക അനുഭവമല്ല. കുർബാനയിൽ 3 തരം ജീവനുകൾ യഥാർത്ഥത്തിൽ നൽകപ്പെടുന്നുണ്ട്: വൈകാരിക ജീവൻ, ഭൗതിക ജീവൻ, ഒപ്പം തന്നെ ആത്മീയ ജീവൻ. കുർബാനയിൽ ഒരു സസ്യ സ്വഭാവമുണ്ട്. കുർബാന മുന്തിരിയുടെയും ഗോതമ്പിന്റെയും സമർപ്പണമായിട്ട് നമുക്ക് കാണാം. അവിടെ അത് ഭൗതിക ജീവിതത്തിന് ആവശ്യമായ ഒരു എഡിബിൾ ഫോമിലാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റുക. കുർബാനയിൽ അതല്ലാതെ ആന്തരികമായ മാനസികമായ വ്യാപാരങ്ങളൊരു തലമുണ്ട്. അവിടെ യേശുവിന്റെ അർപ്പണത്തോട് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ കാൽവരിയിലെ കുരിശിലെ അർപ്പണം നമ്മുടെ ഹൃദയത്തെ ദ്രവിപ്പിക്കുകയും ക്രിസ്തു നമുക്ക് വേണ്ടി സ്വയം വിഭജിച്ച് നൽകിയ എന്ന ഒരു ഓർമ്മയിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുകയും വൈകാരികമായ ഒരു ഉയർച്ച ഉണ്ടാകുകയും ചെയ്യാം. മൂന്നാമത് ആത്മാവിന്റെ തലമാണ്. പരിശുദ്ധാത്മാവ് കുർബാനയിൽ നിരന്തരം പ്രവർത്തിക്കുന്നു. കുർബാന അനുഭവത്തിലൂടെ ദൈവൈക്യം പ്രാപിക്കുമ്പോൾ നമ്മൾ ഈ ആത്മീയമായ അന്നം ഭക്ഷിക്കുന്നു. കുർബാനയിൽ ഇപ്രകാരമുള്ള അനുഭവതലങ്ങൾ ഉണ്ടാകും. കുർബാന കൗദാശികമായ ഒരു അടയാളമാണെന്ന് നമുക്കറിയാം. കുർബാന യേശു സംഭവത്തെ ആനുകാലിക ലോകത്ത് സന്നിഹിതമാക്കുകയാണ്. ഒരു ഓർമ്മയാചരണമല്ല. സാധാരണ പാട്ടിലൊക്കെ നമ്മൾ കേൾക്കും അനുസ്മരണമാണെന്ന് കേൾക്കുമ്പോൾ അനുസ്മരണത്തെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഓർമ്മയാചരണം, പഴയ ഒരു സംഭവം നമ്മൾ ഓർക്കുന്നു. അങ്ങനെയല്ല. സനാതന ബലിയാണ്, എന്നേക്കുമുള്ള ബലിയാണ്, ക്രിസ്തുവിന്റെ ഏക ബലിയാണ്. ആ ബലിയോട് നമ്മൾ ഉൾച്ചേർക്കുകയാണ്. കുർബാന ഒരു നിരന്തര അർപ്പണമല്ല എന്ന് നമ്മൾ അറിയണം. കുർബാന യേശു സംഭവത്തിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്ന ഒരു നിരന്തര പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതം നിരന്തരതയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അപ്രകാരം എടുത്തു വെക്കേണ്ടി വരും. നമുക്ക് ഓരോ ദിവസവും പുതിയതാണ്, ഓരോ മണിക്കൂറും പുതിയതാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രതയെ മുഴുവൻ കുർബാനയിലേക്ക് ഉൾച്ചേർക്കുമ്പോഴാണ് കുർബാന നിരന്തരതയായിട്ട് നമുക്ക് അനുഭവപ്പെടുക. യഥാർത്ഥത്തിൽ കുർബാന എന്നേക്കുമുള്ള അർപ്പണമാണ്. 5 ലക്ഷത്തിൽ പരം വിശുദ്ധ ബലികളാണ് ലോകത്തെമ്പാടും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തും ഒരു ബലിയർപ്പണം നടക്കുന്നുണ്ട്. കൗദാശികമായ അടയാളങ്ങളിലൂടെ യേശു സംഭവത്തെ ആനുകാലിക ലോകത്തിന് അനുഭവപ്രദമാക്കുകയാണ് കുർബാനയിൽ. അതുകൊണ്ട് കുർബാനയുടെ കൗദാശിക മാനത്തെക്കുറിച്ച് അപ്രകാരം നമുക്ക് ചിന്തിക്കാം. കുർബാനയുടെ കൗദാശിക മാനത്തിലേക്കും അതിന്റെ ഓരോ ഘട്ടത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങണം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. കുർബാന അനുഭവമാകാത്തതിന് കാരണമായിട്ട് സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം പറയും, കുർബാന അനുഭവമാകാത്തത് അത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാതായി പോകുന്നതുകൊണ്ടാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുക: ഞാൻ തെരുവിൽ ഭക്ഷണമില്ലാത്തവനായി അലയുമ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ മേശയിൽ അർപ്പിക്കുന്ന ഈ അപ്പം യഥാർത്ഥത്തിൽ എനിക്കൊരു ഭാരമാണ്. ഞാൻ വസ്ത്രമില്ലാത്തവനായി തെരുവിൽ അലയുമ്പോൾ എന്നെ ഉടുപ്പിക്കാത്ത നിങ്ങൾ, എന്നെ അവഗണിക്കുന്ന നിങ്ങൾ ബലിമേശയിൽ കാസ അർപ്പിക്കുമ്പോൾ ആ സ്വർണ്ണ കാസ എനിക്കൊരു ഭാരമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത് ഈ അടയാളങ്ങൾക്കകത്ത് നാം സന്നിവേശിപ്പിക്കുന്ന നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ ഉൾച്ചേർക്കാൻ ആവശ്യമായ മനസ്സൊരുക്കം നമുക്കില്ലെങ്കിൽ നിശ്ചയമായും കുർബാനയുടെ അർപ്പണം നമുക്ക് അന്യമായി തീരും. അത് ഒരു ഭൗതികമായ ആചാരമായിട്ടോ അതല്ലെങ്കിൽ വൈകാരികമായ ഒരു ഭക്താഭ്യാസമായിട്ടോ മാത്രം തരംതാണു പോകും. വാസ്തവത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഒരു വലിയ അപജയം ഇപ്രകാരം കുർബാനയുടെ അകക്കാമ്പിലേക്ക് പ്രവേശിക്കാതെ അതിന്റെ ബാഹ്യതലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുർബാനയെക്കുറിച്ചുള്ള തർക്കങ്ങളും പലപ്പോഴും ഉറവെടുക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ പരമമായ യാഥാർത്ഥ്യമാണ് കുർബാന.
ആ കുർബാനയിലേക്ക് നമ്മെ ചേർത്ത് വെക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഈ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. തലേ ദിവസങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ദേവാലയത്തിൽ 8 മണിക്ക് ഒരു മണിയടിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും അത് അനുവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. പക്ഷെ നാളത്തെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമായി ഒരു മണിയടിക്കും. 21 മണികൾ കൂട്ടമണി അടിച്ചിട്ട് ഒരു ഒറ്റമണി അടിക്കും, അല്ലെങ്കിൽ ഇരട്ട മണി അടിക്കും. ഒറ്റമണി അടിച്ചാൽ അതിനർത്ഥം ഒരു കുർബാനയുണ്ടെന്നാണ്. ഇരട്ട മണി അടിച്ചാൽ അതിനർത്ഥം 2 കുർബാനയുണ്ടെന്നാണ്. കുർബാനയെ സംബന്ധിച്ച് ഇപ്രകാരം ഒരു അറിയിപ്പ് നൽകാൻ വേണ്ടിയല്ല സാധാരണ ഈ മണി അടിക്കുന്നത്. അറിയിപ്പ് മണി എന്ന് തന്നെ പറയും. യഥാർത്ഥത്തിൽ അതൊരു ഒരുക്കമണിയാണ്. ഉറക്കമണി അഥവാ ഒരുക്കമണി. ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഒരുക്കമുണ്ടാകണം. പരിശുദ്ധ കുർബാന അനുഭവമാകാത്തത് വേണ്ടത്ര ഉൾക്കാഴ്ചയില്ലാതെ, അവനവനെ പരിശോധിക്കാതെ, താൻ എന്താണ് ചെയ്യുന്നതെന്ന് ബോധ്യമില്ലാതെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴാണ്. ഏത് പ്രവൃത്തിയാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആവശ്യത്തിനാണോ എന്നറിയാതെ ഞാൻ ഭക്ഷിക്കുമ്പോൾ, എന്താണ് കഴിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ കഴിക്കുമ്പോൾ, ഇതെനിക്ക് എപ്രകാരം ഗുണകരമാണെന്ന് അറിയാതെ കഴിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിഷ്ഫലമായി തീരും, അല്ലെങ്കിൽ ചിലപ്പോൾ അപകടകരമായും തീരും. ഏത് സമയത്ത് കഴിക്കണം, എന്തിന് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്കുണ്ടാവും. നമ്മുടെ ശാരീരിക പ്രകൃതിക്കനുസരിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടുക. അതുകൊണ്ട് ഏതവസ്ഥയിൽ ഏത് ഭക്ഷണം എനിക്ക് കഴിക്കാം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടാക്കാൻ ഭൗതികമായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആത്മീയ ഭോജനമായ പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കുമ്പോഴും അപ്രകാരം കുർബാന അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് നമ്മുടെ കുർബാന അർപ്പണത്തിന് മുൻപ് ഞാൻ എങ്ങനെയാണ് കുർബാന അർപ്പിക്കുന്നത്, എന്തിനാണ് അർപ്പിക്കുന്നത്, എന്താണ് കുർബാനയിലൂടെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. വൈകാരികമായ അനുഭൂതികൾ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മൾ നടത്തും. എന്നാൽ ആത്മീയ അനുഭവം കേവലമായ വൈകാരിക അനുഭൂതിയല്ല. വൈകാരിക അനുഭൂതികളൊക്കെ മനസ്സിന്റെ തലം വരെ എത്തുന്ന കാര്യങ്ങളാണ്. മനസ്സ് സമ്പൂർണമായി ഒരുങ്ങുകയും ബലിയർപ്പണത്തിന് യോഗ്യമായ ഒരു നിലമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ മാത്രമേ ദൈവൈക്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയൂ. ഈ ഒരുക്കമണി അടിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നാം ഒരുങ്ങേണ്ടതാണ് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ നാളെ വായിക്കാൻ ഉദ്ദേശിക്കുന്ന വചനഭാഗം അല്ലെങ്കിൽ നാളത്തേക്കായി നൽകുന്ന ഡെയിലി ബ്രെഡ് എന്താണെന്ന് അറിയുകയും ആ വചനം ഒന്ന് വായിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. കുർബാനയിൽ കൗദാശിക അർപ്പണത്തിനിടയ്ക്ക് തിരുലിഖിതങ്ങൾ പ്രഘോഷണം ചെയ്യുമ്പോൾ ആ പ്രഘോഷണം നമ്മൾ മറന്നുപോകും. ഇന്നത്തെ ബലിയിൽ നാം ഏത് വചനമാണ് കുർബാനയ്ക്കായിട്ട് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കുർബാനയിൽ ധ്യാനിച്ചതെന്ന് ചോദിച്ചാൽ, വ്യാഖ്യാനിച്ചതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ മറന്നുപോകും. കാരണം ആ വചനം നമ്മുടെ മനസ്സിനകത്ത് നിൽക്കുന്നില്ല. അന്നേക്ക് വേണ്ടി നൽകുന്ന അപ്പമാണ്, മനസ്സിന് നൽകുന്ന അപ്പമാണ് വചനം. ആ വചനം നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് തലേന്ന് ഒരുക്കമില്ലാതായി പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കുർബാനയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങണം എന്നതിനെ സംബന്ധിച്ച് ആദ്യം മുതൽ നമുക്ക് ആലോചിക്കാം. ഒന്ന്, കുർബാന അർപ്പിക്കാൻ അയോഗ്യരായ മനുഷ്യരാണ് നമ്മൾ. ക്രിസ്തുവിൽ ഒന്നായി തീരുകയും യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോഴും ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുകയും ഈ ലോകത്തിന്റെ എല്ലാ വ്യാപാരങ്ങളിലും മുഴുകുകയും ചെയ്യുന്നൊരു ദിനമാണ് നമ്മുടേത്. നമ്മുടെ പ്രവൃത്തി ദിനമായാലും നമ്മുടെ ജീവിത ദിനമായാലും എപ്പോഴും അത് കുർബാന എന്ന മഹാരഹസ്യവുമായി ചേർത്ത് വെക്കാവുന്ന രീതിയിലല്ല. നിരവധി പോരായ്മകളും വീഴ്ചകളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. ഓരോ നിമിഷത്തെയും പരിശോധിക്കാൻ നമുക്ക് സാധ്യമല്ല. സാധാരണഗതിയിൽ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് അനുദിനം ആത്മശോധന ചെയ്യണമെന്നാണ്. ആത്മശോധന ചെയ്യുമ്പോഴാണ് നമ്മുടെ പരിമിതികളും പോരായ്മകളും നമുക്ക് മനസ്സിലാകുക. ഒരു ദിവസം മറ്റുള്ളവരോട് ഇടപെട്ട രീതികൾ, എടുത്ത നിലപാടുകൾ, മാനസിക വ്യാപാരങ്ങൾ, നമ്മളായിരുന്ന ജീവിത സാഹചര്യങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ആ സാഹചര്യങ്ങളെ നേരിട്ടത്, ക്രിസ്തുവിലാണോ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞത് എന്നൊരു പരിശോധന വാസ്തവത്തിൽ നാം നടത്തേണ്ടതുണ്ട്. സന്യാസ ഭവനങ്ങളിലൊക്കെ ഉച്ചയ്ക്കും വൈകിട്ടും ഈ പറഞ്ഞ പരിശോധന നടത്തും. അവർ കൂടുതൽ പാപം ചെയ്യുന്നവരായതുകൊണ്ടല്ല, കൂടുതൽ അനുഭവതലത്തിലേക്ക് ഉയരാൻ വേണ്ടി ആഘോഷമായ വ്രതമെടുത്ത് അവർ സജ്ജരാകുകയാണ് അതിലൂടെ ചെയ്യുക. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഒരു വ്രതമെടുത്തവരാണ്. മാമോദീസ വ്രതത്തിന്റെ ഭാഗമാണ്, ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്. മാമോദീസ വ്രതം എങ്ങനെയാണ് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോവുക? അത് അനുദിന പരിശോധനകൾ മാത്രമേ സാധിക്കൂ. മാമോദീസ എന്ന വ്രതം എടുത്തപ്പോൾ ഞാൻ ദൈവത്തിന് സ്വയം പ്രതിഷ്ഠിതനായെന്നും ദൈവത്തിൻ്റെതായി മാറിയെന്നും അങ്ങനെ ദൈവരാജ്യത്തിൽ അംഗമായിരിക്കുന്ന ഞാൻ എന്ത് നിലപാടാണ് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതെന്നും നിരന്തര പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ ധാരണ നമ്മെക്കുറിച്ചുണ്ടാവൂ. നമ്മൾ വല്ലപ്പോഴും ഒരിക്കലും ആത്മശോധന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആത്മശോധന ക്രമമായി നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ എല്ലാറ്റിനെയും സൂക്ഷ്മമായി പരിശോധിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മെ തന്നെ കുറ്റപ്പെടുത്താനോ നമ്മുടെ കുറവ് കണ്ടുപിടിച്ച് അതിൽ മുഴുകിയിരിക്കാനോ വേണ്ടിയല്ല. നമുക്ക് വരുന്ന പാളിച്ചകളും വീഴ്ചകളും എന്താണെന്ന് അനുദിനം നമ്മൾ തിരിച്ചറിയണം. അനുദിനം തിരിച്ചറിയുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ, തുടർച്ചയായ അത്തരം ദോഷവശങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസ വിരുദ്ധമായ, ദൈവസ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ മൂല കാരണം കണ്ടുപിടിക്കാൻ കഴിയും. സാധാരണ രീതിയിൽ വലിയ കലഹങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു അനുതാപത്തിന്റെ സ്ഥിതിയിലേക്കൊക്കെ നമ്മൾ പോവുക. തെറ്റിപ്പോയല്ലോ, ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ലല്ലോ, ഇങ്ങനെ പ്രവർത്തിക്കേണ്ടിയിരുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുക. പക്ഷേ
ഇതിന് മുന്നോടിയായി ക്രമമായി ഒരു കോപം നമ്മിൽ വളർന്നു വന്നിട്ടുണ്ട്. ആ കോപം വളരാൻ ആവശ്യമായ ഒരു വിദ്വേഷത്തിന്റെ വേര് നമ്മിലേക്ക് വന്നിട്ടുണ്ട്. ആ വിദ്വേഷത്തിന്റെ വേര് തിരിച്ചറിയണമെങ്കിൽ അനുദിനം ആത്മശോധന ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കൂ. അതൃപ്തികളായിട്ടോ മോഹഭംഗങ്ങളായിട്ടോ മറ്റുള്ളവർ നമ്മെ ദ്രോഹിക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്തതായിട്ടോ നമ്മളെ തന്നെ തിരിച്ചറിയാൻ കഴിയാതെ പോയതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ വിദ്വേഷത്തിലേക്ക് കുടുങ്ങിപ്പോയിട്ടുണ്ട്. ആ വിദ്വേഷം ചെറിയ ചെറിയ കോപങ്ങളായിട്ടായിരിക്കും ആദ്യമൊക്കെ പ്രകടമാകുക. അതൊക്കെ അവഗണിച്ച് നമ്മൾ പോകുമ്പോൾ ഈ കോപം ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയും വിദ്വേഷത്തിന്റെ വേരുകൾ നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുകയും ചെയ്യും. വിദ്വേഷത്തിന്റെ വേരുകൾ വളർന്ന് ഉപദ്രവം ചെയ്തതിന് ശേഷം നാം അതിന് പരിഹാരം അന്വേഷിക്കുകയും അനുദപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ തുടർച്ചയായി വന്ന നിരവധി ഘട്ടങ്ങളെ നാം അവഗണിച്ചു പോകും. നാം ഒരു വീഴ്ചയിൽ ആയിരിക്കുന്നു എന്നത് ഗർത്തത്തിലാകുമ്പോഴല്ല അറിയേണ്ടത്, തെന്നുമ്പോൾ തന്നെ അറിയാൻ തുടങ്ങണം. അതിനാണ് അനുദിനം ആത്മശോധന. പ്രത്യേകിച്ചും പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ യേശുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് യേശുവിന്റെ അർപ്പണത്തോട് ചേർന്ന് നമ്മെ തന്നെ അർപ്പിക്കുന്ന പ്രവൃത്തിയാണ്. സ്വയം സമർപ്പണത്തിന്റെ ഈ വേദിയെ അടയാളം കൊണ്ട് കൗതാശികമായി അനുഭവപ്പെടുത്തുന്ന ഈ വേദിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ മാമോദീസ വ്രതവുമായി അകലമുണ്ട്, ആ വിശുദ്ധി എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ ശുഭ്രവസ്ത്രത്തിന് എത്രത്തോളം അഴുക്ക് പുരണ്ടിട്ടുണ്ട് എന്ന് നിരന്തരം ഒരു പരിശോധന ആവശ്യമാണ്. അപ്രകാരം ആത്മശോധനയില്ലാതെ പരിശോധനയില്ലാതെ ദിവ്യബലി അർപ്പണത്തിനായി ഒരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോരായ്മ ഈ ദിവ്യബലി അർപ്പണം നമ്മിൽ നിന്ന് അകന്നു നിൽക്കും. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്കൊരു ഭാഗഭാഗിത്വവും ഇല്ലെങ്കിലും കുർബാന അവിടെ സംഭവിക്കും. കുർബാന അനുഭവപ്രദമാകുന്നില്ലെന്നുള്ളത് വ്യക്തിപരമായൊരു കാര്യമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി എത്രത്തോളം ആത്മശോധനയിലൂടെ സ്വയം പരിശോധനയിലൂടെ സ്വയം വിമർശനാത്മകമായി നമ്മെ തന്നെ സമീപിക്കുകയും നമ്മുടെ കുറവ് മനസ്സിലാക്കുകയും ആ കുറവിനെ കുറിച്ച് അനുദപിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം ആഴമേറിയ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ആത്മശോധന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാമോദീസ സ്വീകരിച്ചപ്പോൾ നാം ദേവാലയത്തിൽ പ്രവേശിച്ചതുപോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ വേണം നമുക്ക് ദേവാലയത്തെ അഭിമുഖീകരിക്കാൻ. നമ്മൾ കുർബാനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ ആനവാതിൽ തുറന്ന് നമ്മെ സ്വീകരിക്കാനായി സഭ ഒരുങ്ങിയിരിക്കുന്നു. നമ്മൾ ആ ആനവാതിലൂടെ പ്രവേശിക്കുമ്പോൾ ഓർക്കേണ്ടത് ഞാൻ കടന്നു വരുന്നത് മാമോദീസയ്ക്ക് അനുയോജ്യമായ നിലയിലാണ്, അനുതാപപൂർണമാണ്. മാമോദീസയിലെടുത്ത വ്രതങ്ങൾ ലംഘിച്ചു പോയതിന്റെ അനുതാപത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്ന് വീണുപോയതിന്റെ എല്ലാ ദുഃഖത്തോടെയും അനുതാപത്തോടെയും എനിക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാൻ കഴിയണം. അതുകൊണ്ട് ആത്മശോധന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓരോ ദിവസവും അന്ന് വൈകുന്നേരം താൻ രാവിലെ മുതൽ ആ നേരം വരെ ചെയ്ത പ്രവൃത്തികളുടെ എല്ലാ പരിമിതികളെയും പോരായ്മകളെയും പരിശോധിക്കാൻ നമുക്ക് കഴിയണം. ഈ ആത്മശോധന യഥാർത്ഥത്തിൽ ഒരു ധ്യാനാവസ്ഥ തന്നെയാണ്. എങ്ങനെ ധ്യാനിക്കണം വ്യക്തിപരമായി ചോദിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം ആത്മശോധന ശീലിച്ചാൽ മതി. ആത്മശോധന 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആത്മശോധന ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ ആളുകൾ നിരവധിയായ പ്രാർത്ഥനാ സങ്കേതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിക്കൂട്ടുകയും പല പുസ്തകങ്ങളും പഠിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. ഇത്തരം വാചിക പ്രാർത്ഥനകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് മോശമാണെന്ന നിലയ്ക്കല്ല, എന്നാൽ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവനവനെ പരിശോധിക്കുകയാണ്. സ്വയം പരിശോധനയിലൂടെ അനുതാപപൂർണ്ണം ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഇടമുണ്ടാകുക, അല്ലെങ്കിൽ ദൈവാനുഭവം ഉണ്ടാകുക. നമ്മൾ രാത്രികാലങ്ങളിൽ ആത്മശോധന ചെയ്യുന്നതിന് പ്രത്യേക കാര്യം കൂടിയുണ്ട്. കാരണം നേരം പുലരുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ഒരു നിശ്ചയമില്ല. മിക്കവാറും പേർ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് ഉറക്കത്തിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഉറങ്ങുന്ന നേരത്ത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഏതു സമയത്തും വന്നു ഭവിക്കാവുന്ന ഒന്നാണ് തിരികെ പോകാനുള്ള വിളി. ആ തിരികെ പോകാനുള്ള വിളി ലഭിക്കുമ്പോൾ ഒരു കാലവിളംബം ഉണ്ടാക്കാൻ സാധ്യമല്ല. അനുദപിച്ചിട്ട് വരാമെന്ന് പറയാൻ നേരം കിട്ടുകയില്ല. അതുമാത്രമല്ല, ജീവിതത്തിന് ആകസ്മികമായി വരുന്ന മരണം അല്ലെങ്കിൽ ഒരു ദുരന്തം, ആ സമയത്ത് അനുദപിക്കുക അസാധ്യമാണ്. നമ്മൾ ആ സമയത്ത് സ്തബ്ധരായി പോകാറാണ് പതിവ്. അതുകൊണ്ട് നമ്മുടെ മനോനില ക്രമമായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ ആത്മശോധനയ്ക്കുള്ളൊരു ഗുണം മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങളുടെ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനിടയാവും. ആത്മശോധന ചെയ്യുമ്പോൾ അവനവന്റെ കുറ്റവും കുറവും ഒക്കെ തിരിച്ചറിയുക, അനുദപിക്കുക, തെറ്റിപ്പോയതിനൊക്കെ മാപ്പ് ചോദിക്കുക, അങ്ങനെ ദൈവവുമായി ഐക്യപ്പെടാനായിട്ട് തീവ്രമായി അഭിലഷിക്കുക. ഒപ്പം തന്നെ നന്മ പ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹത്താലാണെന്നും കൃപയാലാണെന്നും തിരിച്ചറിഞ്ഞ് അവയ്ക്കൊക്കെ നന്ദി പറയുകയും ചെയ്യുക. ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ ഭാരമൊഴിഞ്ഞു, നമ്മുടെ അഹങ്കാരം ഒഴിഞ്ഞു, നമുക്ക് എളിമയുള്ളവരായിരിക്കാൻ പറ്റും. ഈ ഒരു മനോഭാവത്തിലായിരിക്കുമ്പോൾ മാത്രമേ കുർബാനയിൽ പങ്കുചേരാൻ നമുക്ക് യഥാർത്ഥത്തിൽ അവകാശമുള്ളൂ. നമുക്ക് ബാഹ്യമായ ഒരുക്കങ്ങൾ നടത്തി ദേവാലയത്തിൽ പോകുന്നതിനേക്കാൾ ആന്തരികമായ ഒരുക്കമാണ് അഭികാമ്യം. ഹൃദയം പരിശോധിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ആന്തരികമായ ഒരു പരിശോധന, ഒരു ആത്മശോധന കുർബാനയ്ക്ക് ഒരുങ്ങുമ്പോൾ ഉണ്ടാകണം. സാധാരണ ഇതിൽ 8 മണിക്കാണ് ദേവാലയങ്ങളിൽ മണിയടിക്കുന്നത്. 8 മണി നമ്മുടെ സൗകര്യത്തിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ നമുക്ക് ഉറങ്ങുന്നതിന് മുൻപ് ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് നമ്മെക്കുറിച്ച് തന്നെ വ്യക്തമായ ഒരു അവബോധം ഉണ്ടാക്കുന്ന ഒരു ആത്മശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട്, അനുദപിക്കേണ്ടതുണ്ട്.
അങ്ങനെ തെറ്റുകളും കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് അനുതാപപൂർണമായ ഹൃദയത്തോടെ നാം വീണ്ടും പ്രവേശിക്കുന്നത് നാം എങ്ങനെയാണ് ബലി അർപ്പിക്കുക എന്നതിലേക്കാണ്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്നത് നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ നാം ചിന്തിച്ച പ്രതീകങ്ങളിലേക്കുള്ള ചിന്ത നമുക്ക് നല്ലതാണ്. കാരണം നാളെ എന്ത് അർപ്പിക്കണം, വിശുദ്ധ ബലിയിൽ എന്താണ് അർപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകണം. ഞാൻ എന്നെ അർപ്പിക്കാനാണ് പോകുന്നത്, മറ്റുള്ളവരെ അർപ്പിക്കാനല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സാധാരണ കുർബാനയിൽ പലരെയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കും. അത് വീണ്ടും വിശദമായിട്ട് നമുക്ക് കൗദാശിക അടയാളങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പറയാം. പക്ഷേ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മെ തന്നെയാണ് സമർപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മെ തന്നെ നമ്മൾ സമർപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് സമർപ്പിക്കും? അവിടെയാണ് പ്രതീകങ്ങൾ ഉപകാരപ്പെടുക. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ആബേലിന്റെയും കായേന്റെയും ബലിയെക്കുറിച്ച്. ആബേലിന്റെ ബലിയാണോ കായേന്റെ ബലിയാണോ ഞാൻ അർപ്പിക്കുക? സമ്പൂർണമായി എന്നെ സമർപ്പിക്കാനാണോ? ഇനി ഞാനും എനിക്കുള്ളതും ദൈവത്തിൻ്റെതാണെന്ന് ഏറ്റുപറയാനാണോ ഞാൻ പോകുന്നത്? അതോ എൻ്റെ ജീവിതത്തിന് ഒരു ഭാഗം ദൈവത്തിന് കാഴ്ചവെക്കാമെന്ന കായേന്റെ മനോഭാവമാണ്. അതേപോലെ നമുക്ക് അബ്രഹാമിന്റെ ബലി ഓർക്കാം, മെൽക്കിസദേക്കിന് അബ്രഹാം കൊടുത്ത കാഴ്ചകളെ ഓർക്കാം, അർപ്പണങ്ങൾ മുഴുവൻ ഓർക്കാം, മെൽക്കിസദേക്കിന്റെ ബലി ഓർക്കാം. ഈ അർപ്പണങ്ങളിലൂടെ ഒക്കെ നമുക്ക് കടന്നു പോകണം. അപ്പൊ ആബേലിന്റെ കാര്യം ഓർക്കുമ്പോൾ ഞാനും എനിക്കുള്ളതും ദൈവത്തിൻ്റെതാണെന്ന് പറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ എന്ന കാര്യം ആലോചിക്കാം. പലപ്പോഴും നമ്മൾ നമുക്കുള്ളതൊന്നും ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നാം പറയുന്നതൊക്കെ ദൈവം കേട്ട് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റി തരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് യഥാർത്ഥത്തിൽ ക്രിസ്തു വിരുദ്ധമാണ്, ബലിക്ക് വിരുദ്ധമായ ഒരു മനോഭാവമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഓർക്കേണ്ടത് ആബേലിന്റെ കാഴ്ചകളാണ്. ഇനി മെൽക്കിസദേക്കിന്റെ ബലിയെ നമുക്ക് ഓർക്കാം. മെൽക്കിസദേക്കിന് ഈ അപ്പവും വീഞ്ഞും സമർപ്പിക്കുമ്പോൾ അപ്പവും വീഞ്ഞും ഒരു പ്രതീകമായിട്ട് വരുന്നുണ്ട്. അപ്പവും വീഞ്ഞും അർപ്പിക്കാനാണ് പോകുന്നത്, പക്ഷേ അർപ്പണം അവനവനെ തന്നെയാണ് എന്ന കാര്യം അവിടെ വെളിപ്പെടുന്നുണ്ട്. ഇനി അബ്രഹത്തിന്റെ ബലി ഓർക്കാം. അബ്രഹാം ഇസ്ഹാക്കിന് ബലി അർപ്പിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടതിന് ദൈവകരങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമുക്ക് ദൈവത്തെക്കാൾ ഉപരിയുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടാകും. പലതരത്തിൽ, മക്കളോടാകാം, ജീവിത പങ്കാളിയോടാകാം, സഹോദരങ്ങളോടാകാം, മാതാപിതാക്കളോടാകാം, അയൽവാസികളോടാകാം, നാം ഇഷ്ടപ്പെടുന്നവരോടാകാം. നാം ഇങ്ങനെ സൂക്ഷിക്കുന്ന ഒരുതരം മമതയുണ്ടല്ലോ. ആ മമത ദൈവികമായ ബന്ധത്തിന് വിരുദ്ധമാണ്. നമ്മൾ ആരെയും സ്നേഹിക്കേണ്ടെന്നല്ല, ആ സ്നേഹത്തിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുകയും ആ സ്നേഹബന്ധത്തെ പരമപ്രധാനമായി കാണുകയും ചെയ്യുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകും. സാധാരണ ഒട്ടനവധി പേർ വേദനിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നില്ലെന്ന പരാതി. മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണമെന്ന് നാം എപ്പോൾ കരുതുന്നുവോ അപ്പോൾ നമ്മുടെ സ്നേഹം കളങ്കമുള്ളതായിട്ട് മാറും, ഒന്നാമത്. രണ്ടാമത്, ആ സ്നേഹം മമതയുള്ളതായിട്ട് മാറും. അതൊരു എൻഗേജ്മെന്റ് നടത്തുന്നത് അറ്റാച്ച്ഡ് പൊസിഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും, കെട്ടിയിടുന്ന പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പല വ്യക്തികളിലും കുടുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് ആ വ്യക്തി അകലുകയോ ആ വ്യക്തി നഷ്ടപ്പെടുകയോ ദൈവസന്നിധിയിലേക്ക് പോവുകയോ ചെയ്യുമ്പോൾ വലിയ ആഘാതമായിട്ടത് മാറുന്നത്. അതുകൊണ്ട് നാം ആലോചിക്കണം, ഏതെങ്കിലും വ്യക്തിയിൽ കുടുങ്ങിയിട്ടുണ്ടോ, ഏതെങ്കിലും വസ്തുവിൽ കുടുങ്ങിയിട്ടുണ്ടോ, ദൈവത്തെക്കാൾ ഉപരിയായി എവിടെയെങ്കിലും മനസ്സുടക്കി പോയിട്ടുണ്ടോ? മനുഷ്യരെ സ്നേഹിക്കുകയും വസ്തുക്കളെ ഉപയോഗിക്കുകയും ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. മനുഷ്യരെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം കൂടിയേ തരൂ. ദൈവത്തിന്റെ സ്നേഹം ഫോർഗീവിംഗ് ആണ്, കൊടുക്കാനുള്ളതാണ്, തിരികെ എടുക്കാനുള്ളതല്ല. വസ്തുക്കളെ സ്നേഹിക്കുമ്പോൾ വസ്തുക്കളുമായിട്ട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകും. കൈവിടാൻ പറ്റാത്ത പല വസ്തുക്കളും നമ്മുടെ അകത്തുണ്ട്. വസ്ത്രമാകാം, ഭക്ഷണമാകാം, ഇഷ്ടപാനീയങ്ങളാകാം, നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രിയങ്കരങ്ങളായിരിക്കുന്നുണ്ട്. ക്രിസ്തുവിനേക്കാളും ഉപരിയായ ബന്ധം അവയോടൊക്കെ നമ്മൾ പുലർത്തി പോകുന്നുണ്ട്. വ്യക്തികളോടും ഇപ്രകാരം ഇഷ്ടത്തിലായിത്തീരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇഷ്ടം എപ്പോഴും ദൈവഹിതത്തിനെതിരാണ്. ഇഷ്ടമല്ല യഥാർത്ഥത്തിൽ വേണ്ടത് സ്നേഹമാണ്. മനുഷ്യരെ സ്നേഹിക്കുകയാണ് വേണ്ടത്, ഇഷ്ടപ്പെടുകയല്ല വേണ്ടത്. ഇഷ്ടപ്പെടുമ്പോൾ അവരെ നമ്മൾ നമ്മുടെ ഉപഭോഗ വസ്തുവാക്കി മാറ്റും. സ്നേഹിക്കുമ്പോഴാകട്ടെ നമ്മെ തന്നെ കൊടുക്കുകയും ആ സ്നേഹം വഴി അവർക്ക് ജീവൻ ഉണ്ടാകാൻ നമ്മൾ ഇടയാക്കുകയും ചെയ്യും. അത് നിഷ്കളങ്ക സ്നേഹമായിരിക്കണം, സ്വാർത്ഥമായിക്കൂടാ. അപ്പോൾ അതുകൊണ്ട് ഈ സ്വാർത്ഥപരമായ ബന്ധങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ പ്രോസസ് ചെയ്യുന്നുണ്ടോ, ഇതിനെങ്കിലുമൊക്കെ കെട്ടിവെക്കുന്നുണ്ടോ, അതൊക്കെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാൻ തീരുമാനിക്കണം. അബ്രഹാം അങ്ങനെ തന്റെ മകനെ തന്നെയാണ് സ്നേഹിച്ചത്. എല്ലാറ്റിനേക്കാളും ഉപരിയായി, ദൈവത്തെക്കാളും ഉപരിയായി മകനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവം മകനെ ബലിയർപ്പിക്കാനായിട്ട് അബ്രഹാമിനോട് പറയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ മമതയുള്ളതിന് ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. ഇനി അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബലിയർപ്പണത്തിൽ എവിടെയൊക്കെ നന്ദിയുടേതായിട്ട് അർപ്പിക്കാൻ പറ്റുന്നുണ്ട്, നന്ദി അർപ്പിക്കാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് ബലിയർപ്പിക്കുന്നത്, നമ്മെ അർപ്പിക്കുന്നത് ലോകം മുഴുവന് വേണ്ടിയാണോ എന്ന പരിശോധനയൊക്കെ നടത്താം. അങ്ങനെ നമുക്ക് കൗദാശികമായ പങ്കുചേരലിന് മുൻപ് പ്രതീകങ്ങളിലൂടെ അവനവനത്തിന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ എത്രത്തോളം ആകുന്നുണ്ട് എന്ന പരിശോധന നടത്താം. നാളെ രാവിലെ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകുമ്പോൾ അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ടുപോയതുപോലെ നമ്മുടെ ഇഷ്ടങ്ങളെയും ആവശ്യങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ കൊണ്ടുപോയി ബലി കഴിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇനി അടുത്തത് വേണ്ടത് ദൈവവചനമാണ്. നാളെ ദൈവവചനം നമുക്ക് നൽകപ്പെടും, ഡെയിലി ബ്രെഡ്. യഥാർത്ഥത്തിൽ ഈവനിങ് പ്രയർ കഴിഞ്ഞാൽ, സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ നാം ധ്യാനിക്കേണ്ടത് നാളത്തെ വചനത്തെക്കുറിച്ചാണ്. പലപ്പോഴും പരിശുദ്ധ കുർബാനയിൽ വചനം വായിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് കേൾക്കുന്ന പോലെയാണ് നമ്മൾ കേൾക്കുക.
വചനം സാധാരണഗതിയിൽ തന്നെ മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ, അല്പം നേരത്തേക്ക് നിലനിൽക്കണമെങ്കിൽ 3 തവണയെങ്കിലും വായിക്കണം. അതായത് അല്പം ശബ്ദമുയർത്തി, മന്ത്രണം പോലെ, പിന്നെ മനസ്സിൽ. ഇങ്ങനെ വായിക്കുമ്പോഴാണ് വചനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക. ആദ്യം നമ്മുടെ ശബ്ദത്തിൽ തന്നെ നാം കേൾക്കും, പിന്നെ ഒരു മർമറിങ് സൗണ്ടായിട്ട് കേൾക്കും, പിന്നെ അകത്ത് തന്നെ അത് വായിക്കും. അങ്ങനെ മനസ്സിന്റെ തലത്തിലേക്ക് വചനത്തെ ആഴ്ന്നിറങ്ങാനിടയാകും വിധം വചനം വായിക്കണം. ഇനി ആ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ വചനം എന്താണ് എന്നോട് പറയുന്നത്? അങ്ങനെ ഈ വചനം എന്നോട് എന്താണ് പറയുന്നതിനെ കുറിച്ച് ആലോചിക്കാതെ ആ വചനം എന്താണ് പറയുന്നതെന്ന് പരിശുദ്ധാത്മാവെ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥനയോടെ ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കണം. എന്നിട്ട് വേണം നമ്മൾ കടന്നുറങ്ങാൻ. ഇത്തരത്തിൽ വചനത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടാവുകയും ആത്മശോധന നടത്തുകയും എന്താണ് അർപ്പിക്കേണ്ടതെന്ന് ഒരു മൂല്യവത്തായ ബോധം നിലനിർത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനുള്ള ഒരുക്കമായി തീരും. ഈ ഒരുക്കങ്ങളില്ലാതെ ബാഹ്യമായ ഒരുക്കങ്ങളുമായി ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ അർപ്പണം കേവല ഭൗതികമായ അർപ്പണമായിട്ട് മാറും. അപ്പോൾ അത് അനുസ്മരണമായിട്ട് നമുക്ക് തോന്നും. ഒരു പഴയ സംഭവത്തെ നമ്മൾ അനുസ്മരിക്കുന്നതായിട്ട് തോന്നും. അതിൽ ഉൾച്ചേരുന്ന അനുഭവം നമുക്ക് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് കുർബാന കാണാൻ പോകുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അർപ്പകരാണ് നമ്മൾ, ബലിയർപ്പകരാണ്, കുർബാന അർപ്പിക്കുന്നവരാണ്. അർപ്പണമാണ് നമ്മുടെ ഭാഗം, പങ്കുചേരലല്ല. പങ്കുചേരലുമല്ല, കാണലുമല്ല. പണ്ടൊക്കെ കുർബാനയെക്കുറിച്ച് അറിവില്ലാതിരുന്ന കാലങ്ങളിൽ, അല്ലെങ്കിൽ കുർബാന ലത്തീനിലോ സുറിയാനിയിലോ ഒക്കെ ആയിരുന്ന കാലത്ത് നമുക്ക് കുർബാന അനുഭവമായിരുന്നില്ല. അവിടെ പറയുന്നത് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. കൗതാശികമായ അടയാളങ്ങൾ കേവല അടയാളങ്ങളായി, പ്രതീകങ്ങളായി മാത്രം കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് കൊന്തു ചൊല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നവരാണ് നമ്മൾ. ഇന്ന് വ്യക്തമായി നമുക്ക് നമ്മുടെ ഭാഷയിൽ കുർബാനയിലെ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മുന്നൊരുക്കം ആവശ്യമുണ്ട്. മുന്നൊരുക്കം ഇല്ലാതെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അത് കേവലം പങ്കുചേരലായിട്ട് മാറും. ഒരു വിശുദ്ധ ബലിയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളാണ് അതിൽ അർപ്പകം. ബലി അർപ്പിക്കുന്നത് പുരോഹിതന്റെ നേതൃത്വത്തിലാണ്, പക്ഷെ നമ്മളാണ് യഥാർത്ഥത്തിൽ അർപ്പകർ. ശുശ്രൂഷകൻ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. നമുക്ക് കൊടുക്കാൻ കഴിയാത്തത്ര ആഴമേറിയ ഒരു നൽകൽ പുരോഹിതന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പുരോഹിതൻ ബലിയർപ്പിക്കാനായിട്ട് വേദി കടന്നു വരുന്നത് പെട്ടെന്നങ്ങ് കടന്നു വരുന്നതല്ല. തന്റെ ജീവിതം തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്വയം ഉപേക്ഷിച്ച് ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്ന് ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സ്വയം പ്രതിഷ്ഠിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു ദേവാലയത്തിൽ ശുശ്രൂഷകൻ പ്രവേശിക്കുന്ന അതേ മനോഭാവത്തിൽ ഭാഗഭാഗിത്വമുള്ളവരാണ് നമ്മളും നമ്മളെ തന്നെ അപ്രകാരം സമർപ്പിക്കാനായിട്ടാണ് പോകുന്നത്. തിടുക്കപ്പെട്ട് ബലിയിൽ പോവുകയല്ല, നമ്മെ തന്നെ അർപ്പിക്കാനായിട്ടാണ്. ഒരു മരണം സംഭവിക്കാൻ പോവുകയാണ്. ഒരു മരണവും ഒരു ഉദ്ധാനവും പരിശുദ്ധാത്മാഭിഷേകവും ആത്മാവിന്റെ നിറവിലുള്ള ഒരു ജീവിതവുമാണ് കൗതാശികമായ അടയാളങ്ങൾക്കകത്ത് ഉൾച്ചേർന്നിട്ടുള്ളത്. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ അർപ്പണം ഇപ്രകാരം ഒരുക്കമുള്ളതായിട്ട് മാറണം. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഏക ബലിയാണ് ക്രിസ്തു അർപ്പിച്ചത്, എന്നേക്കുമുള്ള ബലി. ആ ബലിയുടെ ഭാഗമാണ് നമ്മൾ. ബലി നിരന്തരം അർപ്പിക്കേണ്ടതുള്ളതെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് നമ്മൾ അർപ്പിക്കുന്നില്ല. യേശുവിന്റെ യാഗത്തോട് ചേർത്ത് നമ്മെ തന്നെ അർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം ക്ഷണികവും നൈമിഷികവുമായ പ്രവൃത്തികൾക്കകത്താണെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ അർപ്പിക്കേണ്ടി വരുന്നത്. യേശുവിന്റെ ബലി എന്നേക്കുമുള്ള ബലി അർപ്പിക്കപ്പെട്ടു. ആ ബലിയോട് നമ്മൾ പങ്കുചേർന്ന് സനാതനമായ ബലിയെ ആനുകാലിക ലോകത്ത് സന്നിഹിതമാക്കാനായിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇപ്രകാരം ഓർക്കണം. കുർബാനയ്ക്ക് ഈ ഒരുക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്രകാരം ഒരുങ്ങുമ്പോൾ മാത്രമേ പരിശുദ്ധ കുർബാനയുടെ അനുഭവതലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. എവിടെയൊക്കെ വീഴ്ചകളുണ്ടോ ആ വീഴ്ചകളൊക്കെ തിരുത്താൻ തീരുമാനമെടുക്കുകയും പരിശുദ്ധ കുർബാനയ്ക്ക് മുന്നേ കഴിയുമെങ്കിൽ കുമ്പസാരിച്ചൊരുങ്ങുകയും ഒക്കെ ചെയ്യാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വെളിവോടെ നിറവോടെ കുർബാന നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്രകാരം ഒരു ബോധ്യതലമില്ലാതെ പോകുന്നത് കൊണ്ടാണ് കുർബാനയുടെ ആരാധനക്രമം അല്ലെങ്കിൽ അർപ്പണ രീതികൾ അവയെ സംബന്ധിച്ച് തർക്കങ്ങളിലും വിവാദങ്ങളിലൊക്കെ നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. വാസ്തവത്തിൽ എൻ്റെ ജീവനെ ഞാൻ ബലിമേശയിൽ ക്രിസ്തുവിന്റെ ജീവനോട് ചേർത്ത് അർപ്പിക്കുകയും ക്രിസ്തുവിൽ ഒന്നായിത്തീരുകയും അങ്ങനെ നവ്യമായ ഒരു ജീവിതത്തിൽ ഞാൻ പ്രവേശിക്കുകയും ചെയ്യും എന്നൊരു യാഥാർത്ഥ്യ ബോധമാണ് നമുക്കുള്ളതെങ്കിൽ കുർബാന കേവല വൈകാരിക അനുഭവം ആകില്ല, ആത്മീയമായ പൂർണ്ണതയിലേക്ക് നയിക്കും. കുർബാന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വിളനിലമായിട്ട് പലപ്പോഴും പറയും. കുർബാനയെ ഒരു അത്ഭുതമായിട്ടോ ഒരു അടയാളമായിട്ടോ അല്ല കാണേണ്ടത്, കുർബാനയെ ഒരു ജീവിതാനുഭവമായിട്ട് കാണണം. കൗതാശികമായ അടയാളങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കാനിടയാകും വിധം അല്ലെങ്കിൽ തന്നെ നമ്മെ തന്നെ സമർപ്പിക്കാനിടയാകും വിധം കുർബാന നമ്മെ സമ്മേളിപ്പിക്കുന്നു ക്രിസ്തു രഹസ്യവുമായിട്ട്. അങ്ങനെ തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ യാഗവസ്തുവാണെന്ന ബോധ്യത്തോടെ, യാഗാർപ്പകനാണെന്ന ബോധ്യത്തോടെ, ഹൃദയപരമായ ബോധ്യത്തോടെ വേണം ബലിമേശയെ സമീപിക്കാൻ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, പലപ്പോഴും കുർബാനയിലെ ആവർത്തന വിരസതയെക്കുറിച്ചും കുർബാന ഇങ്ങനെ അർപ്പിക്കേണ്ടതുണ്ടോ എന്ന തർക്കത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ആലോചിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? മിസ്റ്റർ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് പോലെ
ഈ അർപ്പണം അനുഭവമാകണമെങ്കിൽ അത് കേവലാർപ്പണത്തിൽ നിന്ന് ജീവിതാർപ്പണത്തിന്റെ പരമാർത്ഥതയിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ ആത്മബലം നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൽ സ്വയാർപ്പണമായി മാറാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് വേണം കുർബാനയ്ക്കായിട്ട് നമ്മൾ അണയാൻ. ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ബോധ്യമായി. ഇത്തരം ഒരു ഒരുക്കം പലപ്പോഴും നമ്മൾ നടത്തുന്നില്ല. കുർബാനയുടെ ബാഹ്യതലങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും അവിടെ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ഉറക്കൊരുവിടുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. കുർബാനയിൽ നന്നായിട്ട് പാട്ട് പാടുകയും ഒരുപക്ഷെ നമ്മൾ പാടേണ്ടാത്ത സമയത്ത് പോലും പാടുകയും പുരോഹിതൻ ചെല്ലുന്ന പ്രാർത്ഥനകൾ പോലും ചെല്ലാനൊക്കെ അറിവുള്ളവരാണ് നമ്മൾ. കാരണം നിരന്തരമായിട്ട് ഇതിൽ പങ്കുചേരുന്നത് കൊണ്ട്. പക്ഷെ നാം അനുദിനം അർപ്പിക്കുന്ന യാഗങ്ങൾ ജീവിതത്തിന്റെ ബലിമേശയിൽ അർപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന സ്വയാർപ്പണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ ഇങ്ങനൊരു ഒരുക്കം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ ഇത്തരം ഒരു ഒരുക്കം ആവശ്യമുണ്ട്. ഈ ഒരുക്കം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരുക്കമില്ലെങ്കിൽ ഇന്നു മുതൽ ആ ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നിങ്ങളിത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. അനേകർ ഇത്തരത്തിലുള്ള ബോധ്യമില്ലായ്മകളിൽ കുടുങ്ങി ജീവിക്കുന്നുണ്ട്. അർപ്പണങ്ങളിൽ അവർ നിരന്തരം പങ്കുചേരുന്നു, എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നുണ്ട്, പക്ഷേ പുതുതായൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഓരോ ദിവസവും പുതിയ ചൈതന്യത്തോടെ, ഓരോ ദിവസവും പുതിയ അനുഭവത്തോടെ, അനുഭൂതികളല്ല, വൈകാരികതയല്ല, പുതിയ അനുഭവത്തോടെ ക്രിസ്തു രഹസ്യങ്ങളെ സമീപിക്കാനും അതിൽ നിന്ന് ശക്തി ഉൾക്കൊള്ളാനും ക്രിസ്തുവായ ലോകത്ത് സ്വയം അവതരിപ്പിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ ഇങ്ങനെ ഒരു പരിശീലനം ആവശ്യമുണ്ട്. അതുകൊണ്ട് പരമാവധി പേരിലേക്ക് ഈ മെസ്സേജ് നിങ്ങൾ എത്തിക്കണം. കഴിയുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നവർ ഇത് വിട്ടുകളയാതെ 2-3 തവണ കേൾക്കാനിടയാകണം. അങ്ങനെ കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിന് ഇത് ഗുണകരമാകും, നമ്മുടെ ജീവിതം യഥാർത്ഥ യാഗത്തിലേക്ക് പ്രവേശിക്കുന്നത് കാരണമായിട്ട് മാറും എന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. അതുകൊണ്ട് പരമാവധി പേർ പരിശുദ്ധ കുർബാനയെ മറ്റുള്ളവർക്ക് അനുഭവമാകാൻ, പരിശുദ്ധ കുർബാന മറ്റുള്ളവർക്ക് അനുഭവമാകാൻ ഇടയാകും വിധം അവരൊരുങ്ങേണ്ടതിന് അവരോടും ഇക്കാര്യങ്ങൾ പറയണം. മറ്റുള്ളവർക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കണം. പരമാവധി ഇത് നിങ്ങൾ പ്രചരിപ്പിക്കണം എന്നാണ് അഭ്യർത്ഥന. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയും സ്നേഹവും. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഓരോ ബലിയർപ്പണവും യഥാർത്ഥ അനുഭവമായി ആത്മീയമായ ഉണർവിന്റെ കേന്ദ്രമായി മാറാനിടയാകട്ടെ. ദൈവം പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകുന്ന വരദാനങ്ങൾ സ്വീകരിക്കാനും ജീവിതത്തിൽ അവയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ക്രിസ്തു അനുഭവം പകരുന്നവരായി ക്രിസ്തുവിന്റെ പരിമളമായി ജീവിക്കാൻ നമ്മെ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.